നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഭക്തിയും രാഷ്ട്രീയവും ഇഴചേരുന്ന കാഴ്ചയുമായി എത്തിയിരിക്കുകയാണ് ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്. തന്റെ ഇത്തവണത്തെ പൊങ്കാല സമർപ്പണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനാണെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടിണിയില്ലാത്ത കേരളത്തെ ഉണ്ടാക്കിയ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ അത് കേരളത്തിന് മൊത്തത്തിൽ ഗുണകരമാകുമെന്നും തന്റെ പ്രാർത്ഥന ആറ്റുകാലമ്മ കേൾക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ താൻ സഹോദര സ്ഥാനത്താണ് കാണുന്നതെന്നും ശോഭന ജോർജ് കൂട്ടിച്ചേർത്തു. ഒരു അനിയത്തി തന്റെ ജ്യേഷ്ഠന് വേണ്ടി നടത്തുന്ന പൊങ്കാലയാണിത്. പട്ടിണിയില്ലാത്തൊരു കേരളം നമുക്ക് അദ്ദേഹം നൽകി. കേരളത്തെ ഇനിയും നയിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ കരുത്തും ആരോഗ്യവും ആറ്റുകാലമ്മ നൽകട്ടെ എന്നും അവർ കൂട്ടിച്ചേർത്തു. പൊങ്കാലിടാൻ എത്തിയപ്പോൾ ധരിച്ചിരുന്ന സാരിയിലെ നിറങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനും രസകരമായ മറുപടി ശോഭന ജോർജ് നൽകി. ത്രിവർണ ബോർഡർ വരുന്ന സാരിയാണ് ശോഭന ജോർജ് ധരിച്ചിരുന്നത്. സാരിയിൽ ത്രിവർണം കണ്ടതുകൊണ്ട് താൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാറുമെന്ന് ആരും കരുതേണ്ട. എൻ്റെ കയ്യിൽ ചുവന്ന കുപ്പിവളകൾ ഉണ്ട്, ലാൽസലാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ തൻ്റെ രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കിയത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ശോഭന ജോർജ് ഇടതു മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ചായി. അതിനുശേഷമാണ് സർക്കാർ നൽകിയ വലിയൊരു അംഗീകാരമായി ഔഷധി ചെയർപേഴ്സൺ സ്ഥാനവും എത്തിയത്. മുഖ്യമന്ത്രിയുമായി പുലർത്തുന്ന അടുത്ത വ്യക്തിബന്ധം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ഭക്തിയുടെ വേദിയിലും തന്റെ രാഷ്ട്രീയ കൂറും സ്നേഹവും പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ശോഭന ജോർജ് ചെയ്തത്. എന്തായാലും പൊങ്കാലയിട്ടുകൊണ്ട് ശോഭന ജോർജ് അത് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ശോഭന ജോർജ് ആറ്റുകാൽ പൊങ്കാല ഇട്ടിരുന്നു. അന്നും പിണറായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാല ഇട്ടത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ ഒരുപാട് വ്യത്യസ്തരായ പ്രാർത്ഥനകളുമായാണ് ഭക്തർ എത്തുന്നത്. ശോഭന ജോർജ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് പൊങ്കാല ഇട്ടത്. അതേസമയം പ്രാർത്ഥനാ പുണ്യം തേടി ഇന്ന് ഭക്തലക്ഷങ്ങൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേർന്ന ദിവസമാണ് ഇന്ന്. രാവിലെ 9:15 ശേഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 9:45 പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങ് നടന്നു. 2:15 ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യമുണ്ടാകും. 350 പൂജാരിമാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ദർശന സമയങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. 10:45 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. നാളെ രാത്രി 9:45 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. രാത്രി 12:45 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കുന്നതിന് ഇക്കുറി കൂടുതൽ സ്ഥല സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആറ്റുകാൽ അമ്പലത്തിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എന്തായാലും പൊങ്കാല സമർപ്പണമാണ്. പതിവ് തെറ്റിക്കാതെ ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യം തേടി 10,000-ങ്ങളാണ് എത്തിയത്. ആറ്റുകാൽ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് വിളിക്കുന്ന നടി ചിപ്പിയും ഇത്തവണ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ചിപ്പിയും ആനിയും ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ഇരുവരും അതിൽ മുടക്കം വരുത്തിയിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി ജില്ലയിലുടനീളം 4000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. നഗരത്തെ മൊത്തത്തിൽ 4 സോണുകളായും 13 ഡിവിഷനുകളായും 29 സെക്ടറുകളായും തിരിച്ച് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തികിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നു വരുന്നത്.